എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനലിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഒറിജിനൽ സുവിശേഷകൻ STB മിനിസ്ട്രി ഷാജി ജോസഫിൻ്റെ വ്യാജ സുവിശേഷങ്ങൾ. ഈ വീഡിയോ പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത്, എനിക്കൊരു വാട്സാപ്പിൽ ഒരു സുഹൃത്തുണ്ട്, എറണാകുളംകാരനായ ഒരു സുഹൃത്ത്. അദ്ദേഹം മുമ്പ് കോട്ടയംകാരനായിരുന്നു. ഇതിൻ്റെ പേര് കൃഷ്ണദാസ് എന്നൊരു സഹോദരനാണ്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസി കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിന്നീട് ക്രൈസ്തവ മാർഗം സ്വീകരിച്ച് ഇപ്പോൾ കുടുംബപരമായി ജീവിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി. അദ്ദേഹം 2 ആഴ്ച മുമ്പ്, കൃത്യം പറഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം എനിക്കൊരു ക്ലിപ്പ് കിട്ടുന്നു, വീഡിയോ ക്ലിപ്പ് കിട്ടുന്നു. ബ്രദർ, ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണണം, കണ്ടിട്ട് തക്കതായ ഒരു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SVJ മിനിസ്ട്രി എന്ന ഷാജി ജോസഫ് നടത്തുന്ന ഒരു കൂട്ടായ്മയിൽ അതിൻ്റെ അമരക്കാരനായ അതിൻ്റെ പാസ്റ്ററായ ഷാജി ജോസഫ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം സംഘടിപ്പിച്ചു. വയലിൽ ഒളിപ്പിച്ച നിധി എന്ന പേരിലുള്ള ആ വീഡിയോ, ഏകദേശം ഒരു വീഡിയോ 2, 2.5, 3 മണിക്കൂറോളം വരും. അതുപോലത്തെ ഒരു 4 വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രദർ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതെല്ലാം മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേ അതിൽ തുടക്കം മുതൽ അവസാനം വരെ പക്ക ദുരുപദേശമാണ്. വചനത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പുള്ളി സാങ്കല്പികമായി പറയുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് വചനത്തിലൊരു വാക്യം പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് തിരുവെടുത്ത് ഒരിടത്തും രേഖപ്പെടുത്താം. ദൈവമോ ദൈവത്തിൻ്റെ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ യേശുക്രിസ്തുവോ ആരും പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം സ്വയമായി വ്യാഖ്യാനിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ബ്രദറെ ഇതിൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടത് മൊത്തത്തിലെ ദുരുപദേശമാണല്ലോ. അപ്പോൾ ബ്രദർ പറഞ്ഞ് എങ്കിൽ പിന്നെ ഒരു ബ്രദർ കാര്യം ചെയ്യും, ഞാൻ ഒരു ചെറിയൊരു വീഡിയോ, ഒരു 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തരാം, അതെങ്കിലും ഒന്ന് വായിച്ചിട്ട് ഒരു മറുപടി ഇടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പരിഗണിച്ച് ഞാനൊന്ന് 3-4 വീഡിയോ ചെയ്യാനിരുന്നതാണ്. ആ വീഡിയോ ഒക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പുത്രൻ എന്നീ പേരുകൾ വിളിക്കപ്പെടും എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനം ചിലത് മാത്രമേ നിവൃത്തിയായിട്ടുള്ളൂ, ചിലത് നിവൃത്തിയായിട്ടില്ല എന്നാണ് ഈ കൊച്ചു വീഡിയോയ്ക്കൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:6 എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ്. എല്ലാം നിവൃത്തിയായിട്ടില്ല. അപ്പോൾ 9:6 നമ്മൾ ചിന്തിച്ച കാര്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഓൾറെഡി നിവൃത്തിയായി കഴിഞ്ഞു. യേശുവിന്റെ ജനനത്തിങ്കൽ ആധിപത്യം അവന്റെ തോളിലിരിക്കും, നിവൃത്തിയായിട്ടില്ല, 1000 വർഷ ഭരണത്തിൽ നിവൃത്തിയാകും. അദ്ദേഹം ആദ്യം അവകാശപ്പെടുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് 9:6 പറയുന്ന ആദ്യത്തെ വാക്യം നിവൃത്തിയായതാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, കന്യകയായ മറിയയിലൂടെ ജനനത്തിലൂടെ അത് നിവൃത്തിയായി. കാരണം കുഞ്ഞു ജനിച്ചു കഴിഞ്ഞു. 2058 വർഷം മുമ്പ് അത് നിവൃത്തിയായി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്നുള്ളൊരു വചനം അതിൻ്റെ കൂടെയുണ്ട്. അത് നിവൃത്തിയായിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ആധിപത്യം എന്നുള്ളത് യേശുക്രിസ്തു ഭൂമിയെ 1000 വർഷം ഭരിക്കും. അപ്പോഴാണ് യേശുക്രിസ്തുവിന് ആധിപത്യം ഉണ്ടാകുന്നത്. അത് ഒരിക്കലും നടന്നിട്ടില്ല, അതിനി നടക്കാൻ പോകുന്നൊരു കാര്യമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച കാര്യമായിരിക്കാം, അല്ല വേറെ ഇടത്തും ഇല്ല. അതിൽ പറയുന്ന 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് ഭൂമിയിലെ ഭരണത്തെ അല്ല, സഭയുടെ ഭരണത്തെയാണ്, ക്രൈസ്തവ സഭയുടെ യഥാർത്ഥ ഭരണത്തെയാണ്. ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇസ്രായേലിലോ ഉള്ള ഏതൊരു ക്രൈസ്തവ സഭകൾക്കും യേശുക്രിസ്തുവിൻ്റെ ആധിപത്യമല്ല. സഭകളിൽ മൊത്തം 95% ദുരുപദേശമാണ്.
5% മാത്രമേ ഉള്ളൂ ഉപദേശം, ശരിയായിട്ടുള്ള ഉപദേശം. അതും ശരിയായിട്ടുള്ള ഉപദേശത്തിലല്ല അവർ ഉപദേശിക്കുന്നത്. ഇതിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 1000 ആണ്ട് വാഴ്ച എന്നുള്ളത് പിശാചിനെ ചങ്ങലക്കിട്ട ശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച. അതായത് സഭയിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ആധിപത്യമുള്ള സഭ, ക്രൈസ്തവ സഭ. ഇസ്രായേലിൽ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടങ്ങിയ യേശുക്രിസ്തുവിൻ്റെ മാത്രം ഭരണമുള്ള, യേശുക്രിസ്തുവിൻ്റെ മാത്രം ഉപദേശമുള്ള, യേശുക്രിസ്തുവിനെ മാത്രം ഗുരുവായി സ്വീകരിച്ച ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന സഭ. അത് 1000 വർഷം വരെ ഉണ്ടായിരുന്നു. അത് AD 1000 വരെ ആയിരുന്നു അതിൻ്റെ കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സമയം വരെ ആയത്. അത് 1000 ആണ്ട് വാഴ്ച. യേശുക്രിസ്തു സ്ഥാപിച്ച സഭ എന്നുള്ളത് പത്രോസിൽ തുടങ്ങുന്നതാണ്. പടവിലിരിക്കുന്ന യോഹന്നാന്റെ ശിഷ്യനായ പത്രോസിനോടും അന്ത്രയോസിനോടും യേശുക്രിസ്തു വിളിച്ചു, വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട ഉടനെ അന്ത്രയോസും പത്രോസും പടകിനെയും വള്ളത്തിനെയും വലയെയും മാതാപിതാക്കളെയും കുടുംബത്തിനെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. അതാണ് ക്രൈസ്തവ സഭയുടെ ആരംഭം. ഇപ്പോഴത്തെ പുതിയ സഭയിലെ പണ്ഡിതന്മാരൊക്കെ സംസാരിക്കും, സഭ ഉണ്ടായത് പെന്തക്കോസ് നാളിലാണ്. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോഴാണ് സഭ ഉണ്ടായെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും യേശുക്രിസ്തു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരും ചേരുന്നത് സഭയല്ലായിരുന്നു എന്നായിരിക്കും അവർ ഉദ്ദേശിച്ച് പറഞ്ഞത്. സഭ ഉണ്ടായത് അന്ത്രയോസും യേശുവിനെ അനുഗമിച്ചു തുടങ്ങിയപ്പോഴാണ്. യേശുക്രിസ്തു ഇടയനായുള്ള സഭ അന്ന് ആരംഭിച്ചു കഴിഞ്ഞു. 2028 വർഷം മുമ്പ് അല്ലെങ്കിൽ 29 വർഷം മുമ്പ് ക്രൈസ്തവ സഭ ആരംഭം കുറിച്ചു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ശിഷ്യന്മാരുടെ വസിച്ചു. അതിനുശേഷം ആണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത്. ആ സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ട കൽപ്പനകളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് കടന്നുപോയത്. ആ അന്ന് മുതൽ 1000 ആണ്ട് വാഴ്ചയോളം യേശുക്രിസ്തുവിൻ്റെ സഭ നിലനിരുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അത് നിവർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ ഷാജി ജോസഫിൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. അത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിക്കുന്ന എല്ലാം നിവർത്തിയാകി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വായിച്ചു കഴിഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്നാണ്. അപ്പൊ യേശുക്രിസ്തു വന്നത് ആ 3.5 വർഷക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടി വന്നത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതും പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതും അതെല്ലാം നിവർത്തിയാക്കുവാൻ വേണ്ടിയാണ്, അല്ല ബാക്കി പിന്നീട് വന്നിട്ട് ചെയ്യാൻ വേണ്ടിയല്ല. മത്തായി 3:15 പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് യേശുക്രിസ്തു യോഹന്നാനോട് പറയുന്നുണ്ട്. അത് സ്നാപക യോഹന്നാന്റെ പാപമോചന സ്നാനം സ്വീകരിക്കാൻ എത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ യോഹന്നാൻ തടയുകയും ആ തടഞ്ഞപ്പോൾ യേശു യോഹന്നാനോട് പറയുന്നതാണ്, സകല നീതിയും നിവർത്തിയാക്കുക. നീതി എന്നുള്ള ദൈവത്തിന്റെ വചനം, ആ വചനം സകലതും നിവർത്തിയാകണമെങ്കിൽ നീ എന്നെ സ്നാനപ്പെടുത്തിയേ പറ്റൂ. നീ എന്നെ സ്നാനപ്പെടുത്തിയാൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ അല്ലെങ്കിൽ നീതി നിവർത്തിയാകും, നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനം നിവർത്തിയാകും എന്നാണ് അവിടെ യേശുക്രിസ്തു യോഹന്നാനോട് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഈ ആധിപത്യം തോളിൽ ഇരിക്കും എന്നുള്ള നിവർത്തിയായില്ല എന്ന് എങ്ങനെയാണ് പ്രിയ ഷാജി ജോസഫ് ബ്രദറെ നിങ്ങൾക്ക് താങ്കളുടെ ധ്യാന കേന്ദ്രത്തിൽ വചനം പഠിക്കുവാൻ എത്തിയവരോടും അല്ലെങ്കിൽ താങ്കൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോയിൽ കൂടിയും നിങ്ങൾ ലോകത്തിലെ മനുഷ്യരോട് എന്ത് ധ്യാനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വീരനാം ദൈവം എന്ന പേർ യേശുവിന് വിളിക്കപ്പെടും എന്നുള്ളത് പലരും വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തിരുവഴുത്തിൽ ഒരിടത്തും ഈ യെശയ്യാവിൻ്റെ പ്രവചനം മുതൽ ഇങ്ങോട്ടുള്ള വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവർ ഒരിടത്തും യേശുക്രിസ്തുവിനെ ആരും വീരനാം ദൈവം എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ വിളിച്ചിട്ടുണ്ട് എന്നാണ്
ഇദ്ദേഹം അവകാശപ്പെടുന്നത്. വീരനാം ദൈവം, ആ വീരനാം ദൈവം ഓൾറെഡി ഇപ്പൊ നമ്മൾ ചിന്തിച്ചു, ദൈവം മനുഷ്യ കുടുംബത്തിൽ എല്ലാവരും മനുഷ്യരായിരിക്കുന്നത് പോലെ ദൈവ കുടുംബത്തിലെ എല്ലാവരും ദൈവങ്ങളാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഇല്ലാത്തതാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇനി മനസ്സിലാക്കുക, എന്താ ഈ വീരനാം ദൈവം എന്ന് പറയുന്നേ? എപ്പോഴാണ് ഒരാളെ വീരാന്ന് പറയുന്നത്? യുദ്ധം ജയിച്ച് കേറി വരുമ്പോഴാണ് വീരൻ എന്ന് പറയുന്നില്ല, ജയിച്ച് കേറി വരികയാ അല്ലേ? യേശു ക്രിസ്തു ഓൾറെഡി ദൈവം തന്നെയാണ്. എന്നാൽ കാൽവരി ക്രൂസിലെ യാഗത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? എല്ലാവരും ചിന്തിച്ചു യേശു പരാജയപ്പെട്ടെന്ന്. പക്ഷെ സംഭവിച്ചത് പിശാചിനെയും അവന്റെ സർവ്വസൈന്യത്തെയും ആയുധം വെപ്പിച്ച് കീഴടക്കിയായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്, മനുഷ്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം മനുഷ്യരാണ്, എന്നാൽ ദൈവ കുടുംബത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവങ്ങൾ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് പ്രിയ ഷാജി ജോസഫ് തൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റ് ജനങ്ങളോട് ഉപദേശിക്കുന്നത്. യേശുക്രിസ്തു ആൾറെഡി ദൈവം തന്നെയാണ്, പ്രത്യേകിച്ച് വീരനായ ദൈവം ആകേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കാൽവരി ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു പരാജയപ്പെട്ടു എന്നാണ് പലരും വിചാരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളാരും വിചാരിക്കുന്നില്ല. ഇനി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എങ്കിൽ അത് താങ്കൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാൽവരി ക്രൂശിൽ മരിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം സംസാരിച്ചു, അവരെ ഉപദേശിച്ചു, അവരെ പല കാര്യങ്ങളിലും പങ്കെടുത്തു. ഇങ്ങനെ ചെയ്യുവാൻ ആർക്ക് കഴിയും? അപ്പം യേശുവിനെ കൊന്നവർ മുമ്പിൽ യേശു ജയാളിയായി മാറി എന്നതിന് തെളിവല്ലേ? ദൈവത്തിൻ്റെ പുത്രനെ ദൈവം എങ്ങനെ മഹാനായി ചിത്രീകരിക്കും അല്ലെങ്കിൽ മഹത്വപ്പെടുത്തും എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ തെളിവാണത്. മരിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞ പ്രവചനം പോലെ തന്നെ താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും 40 ദിവസത്തോളം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു അത്ഭുതം ഭൂമിയിൽ വേറെ ആർക്കുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിൽ അനേകം ദൈവപുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു അത്ഭുതമാണ് ഈ മരിച്ചതിൻ്റെ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിഞ്ഞത് മറ്റൊരു ദൈവപുത്രന്മാർക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യം തന്നെയാണ്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ദൈവം ആദ്യം അവകാശവാദം പറഞ്ഞത് ആദാമിനായിരുന്നു. പക്ഷെ ആദാം ദൈവകൽപ്പന ലംഘിച്ചു, ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെട്ടു. എന്നാൽ ആദാമിൻ്റെ മകനായ ഹാബേൽ ആ ദൈവപുത്രസ്ഥാനം തിരികെ പിടിച്ചു. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് തെളിയിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആദാമിൻ്റെ മകൻ ഹാബേൽ. 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്ക്, പിന്നെ ദൈവത്തിന് വേണ്ടി പുതിയൊരു സമൂഹത്തെ സൃഷ്ടിച്ച നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, പിന്നെ അനേകം പ്രവാചകന്മാർ, ദാവീദ്, ശലോമോൻ, ഇങ്ങനെ അനേകം ആൾക്കാർ, എത്രയെത്ര ന്യായാധിപന്മാർ, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചില്ലേ? അവരാരും മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ 40 ദിവസം തൻ്റെ ജനത്തോട് സഞ്ചരിക്കുകയോ ചെയ്തിട്ടില്ല. അത് യേശുക്രിസ്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ യേശു വീരനായ ദേവനാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. ദേവനും ദൈവത്തിനും ഇംഗ്ലീഷ് ബൈബിളിൽ ഒരേ വാക്കാണ്, ഗോഡ് എന്നാണ്, GOD. ഇത് രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമപ്പെടുത്തിയപ്പോൾ പരിഭാഷകന്മാർ ദേവനെ ദൈവം ഒന്ന് എഴുതി, ദൈവത്തിനും ദൈവം ഒന്ന് എഴുതി. ദേവനെ ദൈവം ഒന്ന് എഴുതിയത് അത് ദൈവമാക്കി ചിത്രീകരിച്ചു. ഇന്ന് പല യേശുനാമ ദുരുപദേശക പൊട്ടന്മാരും ഇന്ന് അവരെ ദുരുപദേശത്തിൻ്റെ വലിയൊരു തുറുപ്പ് ചീട്ടാണ് ഈ ദേവനെ ദൈവം എന്ന് എഴുതി ചേർത്ത മലയാളം ബൈബിൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 12, 13, 14, 15 വാക്യങ്ങളിൽ പിശാചിൻ്റെ അധികാരികളെ നീക്കി ഞാൻ ജയിച്ചു, പിശാചിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് യേശു പറയുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ യേശു പറഞ്ഞതായിട്ട് തിരുവെഴുത്തിൽ ഒരിടത്തും ഒരു രേഖയുമില്ല. അത് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശത്തെയാണ് അവിടെ. അത് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം പോലും ഈ ഷാജി ജോസഫിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. വീരനാം ദൈവം എന്ന പോലെ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്നുള്ള വാക്കും യേശുക്രിസ്തുവിനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല എന്ന് പലരും അവകാശപ്പെടുന്നു. അത് തെറ്റാണെന്നാണ് ഈ ഷാജി ജോസഫ് പറയുന്നത്.
വീരനാം ദൈവം. അപ്പൊ ജനിച്ചപ്പോൾ നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നിറവേറി, കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റപ്പോൾ വീരനാം ദൈവം എന്ന പ്രവചനം നിറവേറി. ഇനി അടുത്തത് അവന് നിത്യപിതാവ് എന്ന് പേര് വിളിക്കും. ഇതാണ് നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത്. നിത്യപിതാവ്. ഫാമിലിയിൽ ഓൾറെഡി സ്വർഗസ്ഥ പിതാവ് ഒരാളുണ്ട്. ഹല്ലേലൂയ. ഇനി യേശു ക്രിസ്തു നമ്മുടെ നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. അപ്പൊ ഇത് എഴുതിയ സമയം യേശു ക്രിസ്തു ജനിക്കണതിന് 750 വർഷം മുമ്പാ. ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. ക്രിസ്തുവിന് മക്കൾ ജനിക്കാൻ പോകുന്നു. മനസ്സിലായോ? ലോക പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ അപ്പൻ ക്രിസ്തുവിന് മക്കളെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും ജനിച്ചിട്ടില്ല. കാൽവരി ക്രൂശിലെ യാഗത്തിൽ, പുനരുദ്ധാനത്തിൽ ഈ പ്രവചനം നിറവേറി. യേശു ക്രിസ്തു നിത്യപിതാവ്. സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെ മക്കൾ ജനിച്ചു. ഇതാണ് ദൈവ ഇഷ്ടം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം യേശു ക്രിസ്തു വിശേഷിപ്പിച്ച യെശയ്യാ 53:10. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവനു കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. ആര് സന്തതിയെ കാണുകയും? പ്രവചനം നിവർത്തിക്കപ്പെടാൻ പോവാട്ടോ. യെശയ്യാ 53:10 കാൽവരി ക്രൂശിലെ യാഗത്തെ കുറിച്ച് എഴുതി വെച്ചേക്കണ തിരുവത്താഴി ശുശ്രൂഷകൾ വായിക്കുന്ന ഒരു വചനമാണ്. അറിയാതെയാണ് വായിച്ചു പോകുന്നത്. യെശയ്യാ 53:10 യേശു ക്രിസ്തു നിത്യപിതാവ് എന്ന പ്രവചനം നിറവേറുകയാണ്. ഹല്ലേലൂയ. നിത്യപിതാവ് എന്ന പ്രവചനം നിറവേറുകയാണ്. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണന്റെ അകൃത്യാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും. എന്താണ്? ക്രിസ്തു സന്തതിയെ കാണുകയും. സന്തതിയെ കണ്ടാൽ അവനെ പിന്നെ എന്നാ പേര് വിളിക്കും? അപ്പ എന്ന് പേര് വിളിക്കും. മനസ്സിലായോ? യെശയ്യാ 9:6 യേശു ക്രിസ്തു നിത്യപിതാവ് എന്ന പ്രവചനം അവിടെ. നിത്യപിതാവ് എന്നുള്ളത് യെശയ്യാ പ്രവാചകൻ എഴുതുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിൽ ആൾറെഡി ഒരു നിത്യപിതാവുണ്ട്. അത് യഹോവയായ ദൈവമാണ്. അപ്പൊ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവചിക്കണമെങ്കിൽ അത് ദൈവത്തെക്കുറിച്ചല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ യെശയ്യാ 9:6 പറയുന്ന നിത്യപിതാവ് എന്നുള്ളത് ദൈവത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നു. അതിനെതിരെ അദ്ദേഹം പറയുന്നത് അത് ദൈവത്തെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിന് കാരണം പറയുന്നത് ഈ യെശയ്യാവ് ഈ പ്രവചനം പറയുന്ന സമയത്ത് ആൾറെഡി സ്വർഗത്തിൽ നിത്യപിതാവുണ്ട്. അതുകൊണ്ട് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടാൻ ഒരാൾ വേണ്ട. അത് വിളിക്കപ്പെടണമെങ്കിൽ അത് വേറൊരാൾ ഉണ്ടാകണം. അത് യേശുക്രിസ്തു ആണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നു. യെശയ്യാവ് 9:6 പറയുന്ന നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന യഹോവയായ ദൈവത്തെ പറ്റി പറയുന്നത് എങ്ങനെ ശരിയാവും, അത് എങ്ങനെ ഫിറ്റ് ആകും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു ന്യായം എന്നുള്ളത്, ഞാൻ പിതാവാകും മുമ്പ് വിവാഹം കഴിക്കാൻ പോകുന്ന വേളയിൽ ചിലത് പറയും നീ ഒരു പിതാവായി മാറും, അപ്പോൾ നീ പിതാവ് എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് മക്കളായ ശേഷം എന്നെ ആരെങ്കിലും പിന്നീട് നിന്നെ പിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമോ? ഞാൻ ആൾറെഡി പിതാവാണല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, പിന്നെ ഞാനങ്ങനെ പിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതുന്നത് അത് വിഡ്ഢിത്തരമല്ലേ? അപ്പോൾ അത് വേറൊരാളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് ആണെന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി വാദിച്ച് പറഞ്ഞത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം, ഒരു വചനഭാഗം കൂടി യെശയ്യാവിൽ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. എവർലാസ്റ്റിംഗ് ഫാദർ അല്ലെങ്കിൽ നിത്യപിതാവ് എന്ന പേര് വിളിക്കണമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുവിന് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കാരണം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന് മക്കൾ ഇല്ലായിരുന്നു. അത് മക്കൾ ഉണ്ടായ കാലഘട്ടം എന്നുള്ളത് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ച ശേഷമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തുവിന് മക്കൾ ജനിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് യേശുക്രിസ്തു നിത്യപിതാവെന്ന് വിളിക്കപ്പെടുന്നത്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായ വചനം എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് യെശയ്യാവ് 53 പറയുന്ന വാക്യമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു വാക്യത്തെപ്പറ്റി യേശുക്രിസ്തു തിരുവെഴുത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞത് തിരുവെഴുത്തിലെ ഏറ്റവും വലിയ വാക്യം ഏതെന്ന് ചോദിച്ചപ്പോൾ ദൈവമായ പിതാവ് ഏകനാണ്, ആ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനും കൂടി സേവിക്കുക, അതുപോലെ നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും സേവിക്കുക എന്നാണ് യേശുക്രിസ്തു
തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും സഹോദരനെ പ്രസാദിപ്പിക്കുന്നതും ഒരുപോലെയാണ്. സഹോദരനെ പ്രസാദിക്കുമ്പോൾ നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, നീ ദൈവത്തെ പ്രസാദിക്കുമ്പോൾ നീ സഹോദരനെ സേവിക്കുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തു പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യം. ഇദ്ദേഹം പറയുകയാണ് ഏറ്റവും വലിയ വാക്യം അല്ലെങ്കിൽ തിരുവഴുത്തിലുള്ള ഏറ്റവും വലിയ മർമ്മപ്രധാനമായ വചനം യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് യെശയ്യാവിലെ 53:10 പറയുന്ന വചനമെന്നാണ്. അങ്ങനെ ഒരു വചനം യേശു ക്രിസ്തു എവിടെയും പറഞ്ഞതായിട്ട് തിരുവഴുത്തിൽ ഞാൻ പരിശോധിച്ചു എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ കൊള്ളാം. 53:10 എന്താണ് ഇത്ര വിശേഷമായി പറയാനുള്ളത്? ഈ ഷാജി ജോസഫിന് ഏറ്റവും വലിയ വചനമായി യേശു ക്രിസ്തു പറഞ്ഞു എന്ന് കള്ളം പറയുവാൻ പ്രേരിപ്പിച്ച ആ വചനം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ വിട്ട് ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവന് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ടു തൃപ്തരാകും. ഇതാണ് ആ വചനം. അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ സന്തതി എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ സന്തതി എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. ഇത് തികച്ചും പരിഭാഷാ മിസ്റ്റേക്കാണ്. അവിടെ ഈ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു മരണം വരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിച്ച് ഒരു ഇഷ്ടം പോലും ചെയ്യാതെ ജീവിച്ച ഒരേ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ യഥാർത്ഥ സന്തതിയെ, ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രനെ യേശുക്രിസ്തുവിൽ കൂടി ദൈവം കാണുകയും എന്നാണ്. ആ കണ്ട ശേഷം ദൈവം അവന് ദീർഘായുസ് കൊടുക്കുമെന്നും, അതായത് നിത്യജീവൻ അവന് കൊടുക്കുമെന്നും അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഈ മലയാള പരിഭാഷക്കാരൻ ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നത്. ഇദ്ദേഹം അത് മുതലെടുത്തുകൊണ്ട് അവിടെ പറയുകയാണ് അവൻ സന്തതിയെ കാണും, അത് യേശു സന്തതിയെ കാണുമെന്ന്. ആ സന്തതിയാണ് യേശുവിൻ്റെ മക്കൾ. ആ മക്കൾ അങ്ങനെ ആ ഒരു പ്രവചന നിവൃത്തിയാകുമ്പോഴാണ് യേശു ക്രിസ്തു നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. അത് സംഭവിച്ചു കഴിഞ്ഞു. കാൽവരി ക്രൂശിന്റെ മരണത്തോടു കൂടി യേശുവിന് സന്തതികൾ ഉണ്ടായി. ആ സന്തതികളാണ് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെട്ടത്. എന്നാലും വിളിച്ചില്ല, ഇദ്ദേഹം മാത്രം വിളിച്ചു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അതിനുശേഷം സന്തതികൾ ആരും യേശു ക്രിസ്തുവിനെ നിത്യപിതാവേ എന്ന് ആരും വിളിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾ പിതാവെന്ന് ആരെയും പേരെടുത്ത് വിളിക്കല്ല്, ഏകനായ ദൈവം മാത്രമാണ് നിങ്ങളുടെ പിതാവ് എന്നാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. പക്ഷെ ഷാജി ജോസഫിന് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ സന്തതി ഉണ്ടാകുകയും സന്തതി കാണുകയും ആ സന്തതികളാണ് തൻ്റെ മക്കളെന്ന് യേശു ചിന്തിക്കുകയും ചെയ്തുവെന്ന് ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ജ്ഞാനം കിട്ടിയിരിക്കുകയാണ്. അനേകം പേർക്ക് ജ്ഞാനം കൊടുത്ത് ഇദ്ദേഹം പുതിയ ജ്ഞാനങ്ങൾ കണ്ടെത്തുകയാണ്, പുതിയ ബൈബിളുകൾ എഴുതുകയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, വെളിച്ചവനായിരുന്നു, ഇപ്പോൾ എന്നേക്കും ജീവിക്കുന്നു, അതിലൂടെ യേശു നിത്യനായ പിതാവായി മാറി എന്നാണ് ഇദ്ദേഹം വീണ്ടും ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന മറ്റൊരു ദുരുപദേശം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങളുടെയൊക്കെ ശിങ്കിടികൾ എൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്ന ഓരോ വചനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൊണ്ടിടും. ഒരു 2 മണിക്കൂർ ദീർഘമുള്ള വീഡിയോ ഉണ്ട്, 5-10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ മറ്റു സഭക്കാരെ പരിഹസിക്കുകയാണ്. എല്ലായിടത്തും വ്യാജ സുവിശേഷമാണ്, എൻ്റെ സ്ഥലത്ത് മാത്രം ഒറിജിനൽ സുവിശേഷം എന്ന് താങ്കൾ പറയുന്നു. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? ഒരു മനുഷ്യന് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം ആദ്യമായി പറഞ്ഞത് ആരെന്ന് താങ്കൾക്ക് അറിയാമോ? അതുപോലും അറിയില്ല, താങ്കൾക്കറിയില്ല, ഇന്നുള്ള അനേകം ക്രൈസ്തവ സഭകൾക്ക് അറിയില്ല. സുവിശേഷം ആദ്യമായി പറഞ്ഞത് സ്നാപക യോഹന്നാനാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എന്തിനെക്കുറിച്ച് മാനസാന്തരപ്പെടുവാനാ യോഹന്നാൻ പ്രസംഗിച്ചത്? പാപം എന്നുള്ള ചിന്തയെ പറ്റി നിങ്ങൾ മാനസാന്തരപ്പെടുക, പാപത്തെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുക, തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയെ തിരഞ്ഞെടുക്കുക, എന്നാൽ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കും എന്നാണ് യോഹന്നാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ യോഹന്നാന്റെ മാനസാന്തര പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം കേട്ടാണ്
സാക്ഷാൽ താങ്കൾ ദൈവമെന്നും നിത്യപിതാവെന്നും വീരനാം ദൈവമെന്നും ഒക്കെ പറഞ്ഞ യേശുക്രിസ്തു പോലും മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ എന്താണെന്ന് പഠിച്ച് പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു യോഹന്നാൻ എന്ന അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെട്ട് പാപമോചനം നേടി ദൈവത്തെ പ്രസാദിപ്പിച്ചത്. അതിനുശേഷമാണ് ദൈവം യേശുവിനെ നോക്കി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം തൻ്റെ ആത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് അയക്കുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. യോഹന്നാൻ ജയിലിലാകുകയും പിന്നീട് രക്തസാക്ഷി ആയതിനു ശേഷമാണ് യോഹന്നാൻ ചെയ്യേണ്ട ജോലിയാണ് യേശുവിനെ അനുഗമിച്ച യോഹന്നാന്റെ ശിഷ്യന്മാരും അല്ലാത്ത ശിഷ്യന്മാരും കൂടി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയത്. അത് ഇന്നും നടത്തിക്കൊണ്ടു പോകുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം. ഇപ്പൊ ദൈവം ആരെന്നറിയാത്ത, അല്ലെ ദൈവം എന്തെന്നറിയാത്ത ഒരു മനുഷ്യരോട് എങ്ങനെ നിങ്ങൾ സുവിശേഷം പറയും? ആദ്യം പറയേണ്ടത് ദൈവത്തിന്റെ വചനങ്ങളാണ്. ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങളിൽ കൂടി ദൈവം മനുഷ്യനോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുക. അത് ചെയ്യരുത്, അത് ചെയ്തു കഴിഞ്ഞാൽ അത് പാപമാണെന്ന് പഠിപ്പിക്കുക. അതുപോലെ ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ അനേകം കൽപ്പനകളുണ്ട്. അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കണം. അത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കണം. ആ പാപം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നു, അവൻ മരണപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവനാണ്. ഒരു മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായി മാറുന്നത് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോഴാണ്. ആദാം ജീവനുള്ള ദേഹിയായിരുന്നു, ജീവനുള്ള നിത്യജീവന്റെ അഭിഷേകമുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള മനുഷ്യനായിരുന്നു ആദാമും ഹവ്വയും. ആദാമിൽ നിന്നുള്ള ഹവ്വ ഉണ്ടാക്കിയത്. അപ്പൊ ഹവ്വയ്ക്കും അതേപോലെ ആ തേജസ് ഉണ്ടായിരുന്നു. അവർ ദൈവകൽപ്പന എന്ന പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവിക തേജസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി, സാദൃശ്യം മാത്രമായി. കാരണം ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ സാദൃശ്യം എന്നുള്ളത് മനുഷ്യന്റെ ആത്മാവാണ്, സ്വരൂപം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് നഷ്ടപ്പെട്ടു പോയി. അത് ആ പാപം ചെയ്യുന്നത് കൊണ്ടാണ്, ദൈവകൽപ്പന ലംഘിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ദൈവിക തേജസ് നഷ്ടപ്പെടുന്നത്. ആ ദൈവിക തേജസ് എല്ലാ മനുഷ്യരിലും ഉണ്ടാകാൻ ഉപദേശിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള വാർത്തയാണ് സുവിശേഷം. നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും ദൈവം ചെയ്യണം എന്ന് പറയുന്ന കൽപ്പനകളോ ചെയ്യരുത് എന്നുള്ള കൽപ്പനകളോ നിങ്ങൾ സഭകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ ഈ ധ്യാന കേന്ദ്രം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പാപത്തെക്കുറിച്ചും ഈ നീതിയെക്കുറിച്ചും മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങളിൽ കൂടിയും ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനകളോ ചെയ്യണമെന്ന് പറഞ്ഞ കൽപ്പനകളോ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകം കൂടിയും ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ അല്ലെ യേശുക്രിസ്തുവിൻ്റെ നിത്യജീവന്റെ സഭയിൽ അംഗമാവാൻ പ്രാപ്തനാവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് അംഗമായി കഴിഞ്ഞാലും അവന് അഭിഷേകം ഉണ്ടാകത്തില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവില്ല, നിത്യജീവൻ ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ ആദ്യം അവൻ വിശുദ്ധനാകണം. അവൻ ന്യായപ്രമാണത്തെയും പ്രവാചക പുസ്തകങ്ങളെയും അനുസരിക്കാത്തവനാണെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അതിനെപ്പറ്റി പഠിക്കുക. ആ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു അഭിഷിക്തന്റെ കീഴിൽ സ്നാനപ്പെട്ട് പാപമോചനം നേടുക. അതിനുശേഷം നീ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായി ആ വചനങ്ങൾ അനുസരിച്ച് നിത്യജീവൻ പ്രാപ്തനാക്കുക. ഇതാണ് സുവിശേഷം. ഇതാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ മറ്റുള്ളവരെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയ ഷാജി ബ്രദറെ, നിങ്ങൾ ആദ്യം സുവിശേഷം എന്താണെന്ന് തിരിച്ചറിയുക. സുവിശേഷം എന്താണെന്ന് പഠിച്ചിട്ട് ശേഷം നിങ്ങൾ വ്യാജ സുവിശേഷമോ സത്യസുവിശേഷമോ അതൊക്കെ തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞിട്ട് പോരെ താങ്കളുടെ പഠിപ്പിക്കൽ. എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.